ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊരു തീരുമാനം പറയാൻ പോവുക. അതിവിടെ എല്ലാവരും അനുസരിക്കണം. എന്താ? ഈ സമയം മുതൽ സുകുമാരി അമ്മയ്ക്കോ പ്രിയങ്കയ്ക്കോ ഈ വീട്ടിൽ നിന്ന് ഒരു നുള്ളു ഭക്ഷണം പോലും ആരും കൊടുക്കാൻ പാടില്ല. എല്ലാം കഴിക്കാം. മതി മതി മതി. എന്താ സുകുമാരി കഴിക്കാത്തെ? അതങ്ങ് കഴിക്ക്. അതെ, എനിക്ക് ഒട്ടും വിശപ്പ് തോന്നുന്നില്ല. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കഴിച്ചോളാം. പിന്നെ വേണ്ട, ഇപ്പൊ കഴിക്കാനാ പറഞ്ഞത്. സുകുമാരി അത് കഴിക്കില്ലെന്നാണോ? കഴിക്കാൻ. പ്രിയങ്ക ബുദ്ധിയോടെയാണ് സംസാരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്കിപ്പോ അറിയാം. മതി മതി. മോൾക്ക് ചേച്ചി വാരിത്തരട്ടെ? മോൾക്ക് ഇഷ്ടല്ലേ ഇത്? എനിക്ക് വേണ്ട. ആഹാ, കണ്ടോ കണ്ടോ, മുത്തശ്ശി കഴിക്കാത്തോണ്ട പ്രിയം കഴിക്കാത്തത്. മുത്തശ്ശി ഒന്ന് കഴിക്കേ. എത്ര നേരായിട്ട് നിർബന്ധിക്കോ? ദേ സുകുമാരിയമ്മേ, ആരുടെ കൂടെ ഇരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒപ്പം ഇരിക്കുന്നവര് കഴിക്കണം, അത് നിർബന്ധ അല്ലേ? കഴിക്കേ. കഴിക്കും മുത്തശ്ശി അങ്ങോട്ട്. കഴിക്ക്. മോള് കഴിക്കേ. വേണ്ടടി മോളെ, ഞാനോ പെട്ടു, നീയും പെടണ്ട. പെട്ടുന്നോ? അതെന്താ? എന്താ സുകുമാരിയമ്മ സംഭവം? പറയൂ, നമുക്ക് പരിഹരിക്കാം. അതെ, അടുക്കളയിൽ ചട്നി ഇരിക്കുന്നത് കണ്ടപ്പോ പ്രിയങ്ക മോൾ അറിയാതെ അതിലെന്തോ പൊടി എടുത്ത് കലക്കി. ഓ ഓ, എന്തു പൊടി? ഞാൻ പറഞ്ഞരാച്ചാ, സോപ്പ് പൊടിയാ കലക്കിയത്. അച്ഛന്റെ അമ്മയുടെ മുത്തശ്ശിയുടെ ഒക്കെ വയറിളകാൻ. അയ്യോ, ഞാനല്ല. എന്റെ മോക്കെ അറിവില്ലാതെ ചെയ്തതല്ലേ. പക്ഷേ അറിവുള്ള സുകുമാരി അത് കണ്ടു നിന്നല്ലോ. അപ്പോ അതിനൊരു ശിക്ഷ കൊടുക്കണ്ടേ പരമേശ്വര? വേണം വേണം. ആ, ചെറിയ ശിക്ഷയൊന്നും പോരാ. ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കുന്നവർക്ക് ജീവിതത്തിൽ മറക്കാത്ത ശിക്ഷ തന്നെ കൊടുക്കണം. ഇരിക്കവിടെ. അത് മുഴുവൻ കഴിച്ചിട്ടല്ലാതെ എഴുന്നേക്കാൻ പാടില്ല. ഇരിക്കേ. രാധിക മോൾക്ക് മുളക് പൊടി ഇട്ടൊരു ചായ കൊടുത്തു. അത് ഞാൻ സുകുമാരിയെ കൊണ്ട് കുടിപ്പിച്ചു. എന്നിട്ടും സുകുമാരി പഠിച്ചില്ല. പക്ഷേ ഈ വിളമ്പി വെച്ചത് സുകുമാരി കഴിക്കും. ചട്നിയിൽ വിമ്മിട്ടാൽ എന്താ ഫലമെന്ന്
സുകുമാരി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. സുകുമാരിയമ്മേ, മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ദൈവത്തിനാണേ ഇതെല്ലാം കൂടി എടുത്ത് ഞാൻ വായിലിട്ട് വരും. സുകുമാരിയമ്മ കഴിക്ക. കഴിക്കാൻ. ആ. പത്മിനി, ഞാനൊരു തീരുമാനം പറയാൻ പോവുക. അതിവിടെ എല്ലാവരും അനുസരിക്കണം. എന്താ? ഈ സമയം മുതൽ സുകുമാരി അമ്മയ്ക്കോ പ്രിയങ്കയ്ക്കോ ഈ വീട്ടിൽ നിന്ന് ഒരു നുള്ളു ഭക്ഷണം പോലും ആരും കൊടുക്കാൻ പാടില്ല. അതാരെങ്കിലും ലംഘിച്ചാൽ അവർ ഈ വീട്ടിന് പുറത്താ. കേട്ടല്ലോ? മോള് കേട്ടില്ലേ? ആ കേട്ടോ അച്ഛാ. അയ്യോ ഇരിക്കും മുത്തശ്ശി, അച്ഛനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതെ, ഇതൊക്കെ പഴയ പരിപാടിയാ. മുത്തശ്ശിയും മോളും കൂടി ആലോചിക്കുമ്പോ പുതിയ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഇറക്കണം. കേട്ടോ കേട്ടോ കേട്ടോ. അങ്ങനെ അങ്ങ് പോയാലോ? അവിടെ ഇരുന്ന് മുഴുവൻ കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങോട്ട് ചെല്ല്. ചെന്നിരുന്ന് കഴിക്ക്. ചെയ്യാനല്ലേ പറഞ്ഞു. അയ്യോ ശ്ശോ. അയ്യോ ആ, എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. സുകുമാരി നിലതെറ്റി നിൽക്കുക. എന്താണ് തിരിച്ചു ചെയ്യാന്നറിയില്ല. രാധികമോളെ, മോളിത് ശ്രദ്ധിച്ചത് നന്നായി. ഈ ശ്രദ്ധ എല്ലാം ഇപ്പോഴും ഉണ്ടാവണം. ശരി അച്ഛാ.